നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അന്വേഷണം പ്രധാന പ്രതിയായ പൾസർ സുനിയുടെ 2 പെൺസുഹൃത്തുക്കളിലേക്ക്. സുനിയുടെ ടെലിഫോൺ രേഖകൾ പരിശോധിച്ചതിൽ നിന്നുമാണ് സുനി ഇവരുമായി നിരന്തര ബന്ധം പുലർത്തുന്ന കാര്യം പോലീസ് സ്ഥിരീകരിച്ചത്. സുനിയെ രക്ഷപ്പെടാൻ സഹായിച്ചത് ഇവരാണെന്ന് കരുതുന്നതായും പോലീസ് വ്യക്തമാക്കി. ആക്രമണം നടന്നതിനു ശേഷം സുനി ഇവരുമായി ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ. സുനിയുടെ 1 മാസത്തെ ഫോൺ രേഖകളാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഇത് ഏറെ നിർണായകമാകുകയും ചെയ്യും. കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് ഇരുവരെയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ്. കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കുമെന്നാണ് അറിയുന്നത്. കേസ് ഡയറി ഹാജരാക്കാനും കോടതി അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അന്വേഷണം ഊർജിതമായി നടക്കുന്നുവെന്ന് പോലീസ് അവകാശപ്പെടുമ്പോഴും ശനിയാഴ്ച മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി വക്കാലത്ത് ഒപ്പിട്ടുകൊടുക്കാൻ പൾസർ സുനി നേരിട്ട് തന്റെ വീട്ടിലെത്തിയെന്നാണ് കഴിഞ്ഞ ദിവസം അഭിഭാഷകൻ വ്യക്തമാക്കിയത്. സുനി നൽകിയ മൊബൈലും അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഈ വെളുത്ത മൊബൈലിലാണ് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതെന്നാണ് സൂചന. ആക്രമണത്തിന് ശേഷം സുനിയുടെ മൊബൈലിലേക്ക് വിളിച്ച 3 സുഹൃത്തുക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ വടിവാൾ സലീമിനെയും പ്രദീപിനെയും അന്വേഷണ സംഘം മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഇന്നലെ രാത്രി ഹാജരാക്കിയിരുന്നു. ഇവരെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി പിടികൂടിയ മണികണ്ഠനടക്കം കേസിൽ ഇതുവരെ 4 പ്രതികളുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാലക്കാട് നിന്നാണ് തമ്മന സ്വദേശിയും കേസിലെ പ്രധാന 3 പ്രതികളിൽ ഒരാളുമായ മണികണ്ഠനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഫെബ്രുവരി 18 വെള്ളിയാഴ്ച വൈകിട്ടാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ നെടുമ്പാശ്ശേരി അത്താണിയിൽ വെച്ച് കാറിലേക്ക് ഒരു സംഘം ഇരച്ചുകയറി യുവനടി സഞ്ചരിച്ചിരുന്ന വാഹനം തട്ടിയെടുത്തത്. കാറിനകത്ത് കയറിയ സംഘം നടിയെ ഭീഷണിപ്പെടുത്തി അപകീർത്തികരമായ ചിത്രങ്ങൾ എടുക്കാനും ശ്രമിച്ചു. പിന്നീട് പാലാരിവട്ടത്തെത്തിയപ്പോൾ ഇവർ മറ്റൊരു വാഹനത്തിലേക്ക് മാറിക്കയറുകയായിരുന്നു. ഈ വാർത്തയോട് പ്രേക്ഷകർക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.